പ്രവർത്തന സമയം 1 മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി. റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ 8-ന് പകരം 9-നായിരിക്കും തുറക്കുക. രാവിലെ 9 മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയുമാണ് റേഷൻ കട പ്രവർത്തിക്കുക. 3 മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി GR അനിൽ സമയം മാറ്റം സംബന്ധിച്ച് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. 2023 മാർച്ച് 1-ന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമാണ് റേഷൻ കട നിലവിൽ പ്രവർത്തിക്കുന്നത്. അന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം റേഷൻ സാധനങ്ങൾ തൊഴിൽ നഷ്ടം കൂടാതെ വാങ്ങാവുന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സമയം നിശ്ചയിച്ചിരുന്നത്. ആ സമയമാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ മുതൽ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നാളെ രാവിലെ 9 മണിക്ക് തുറക്കൂ. നാളെ മുതൽ രാവിലെ 9 മണിക്ക് റേഷൻ കടകൾ തുറക്കുകയുള്ളൂ. 8 മണിക്ക് തുറക്കില്ല. ഉച്ചക്ക് 12 മണി വരെയും വൈകുന്നേരം സാധാരണത്തെ പോലെ 4 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുമാണ് റേഷൻ കട ഉണ്ടാകുക. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. 7 രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക. 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും. PHS പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് ലഭിക്കുക. അരിയും ഗോതമ്പും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യമാണ്. NPS നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും. NPNS വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 2 കിലോ അരി ആകെ 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ഉള്ളത്. NPI ബ്രൗൺ റേഷൻ കാർഡുള്ളവർക്കും 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലുണ്ട്. 2025 ഒക്ടോബർ, നവംബർ, ഡിസംബർ ത്രൈമാസ കാലയളവിലെ വൈദ്യുതീകരിക്കാത്ത വീടുകൾക്കുള്ള മണ്ണെണ്ണ AAY മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ളവർക്ക് 1/2 ലിറ്ററുമാണ് ലഭിക്കുക. BPL മുൻഗണന റേഷൻ കാർഡിനുള്ള അപേക്ഷ തുടരുകയാണ്. 20-ാം തീയതി വരെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽപ്പെടാത്ത മുൻഗണനേതര റേഷൻ വിഭാഗങ്ങളിൽപ്പെട്ട വെള്ള, നീല റേഷൻ കാർഡുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റിസൺ ലോഗിനിലൂടെയും അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ നിലവിലെ റേഷൻ കാർഡ്, BPL സർട്ടിഫിക്കറ്റ്, അത് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ലഭിക്കേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മറ്റ് യോഗ്യതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ കൂടി സർട്ടിഫിക്കറ്റുകൾ വെച്ചതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അർഹരായിട്ടുള്ള നീല, വെള്ള റേഷൻ കാർഡുള്ളവർ മുൻഗണന റേഷൻ കാർഡിന് 20-ാം തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം BPL സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക. അത് കിട്ടിയാൽ ഉടനെ തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. സപ്ലൈകോ വിഹിതങ്ങൾ